ഹല്ല ഗൈസ്, രേഷ്മ എന്നു പേരുള്ള ഒരു വിവാഹ തട്ടിപ്പുകാരി. അവൾ 15ഓളം അല്ലെങ്കിൽ 15ലധികം വിവാഹങ്ങൾ കഴിച്ചു. അവരിൽ നിന്ന് ഗോൾഡ്, അതേപോലെ തന്നെ അവരുടെ കാശ് ഇതൊക്കെ അടിച്ചു മാറ്റി അവരുടെ കൂടെയുള്ള സെക്സ് ആസ്വദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതായത് ഓള് അനാഥയാണെന്ന് പറഞ്ഞിട്ട് അത്ര ഈ ആണുങ്ങളെ മൊത്തം പറ്റിച്ചത്. അമേരിക്കക്കാരനെ കിട്ടി, ഞങ്ങൾ കുറേ ആൾക്കാരെ കിട്ടി, ഡോക്ടറെ, മാഷിനെ, ആരൊക്കെ കിട്ടി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒരേ സമയത്ത് തന്നെ കുറേ ആൾക്കാർ, അതായത് ഒരേ സമയത്ത് കുറേ ആൾക്കാരെ കല്യാണം കഴിച്ചിട്ടേ ഓളി ഇങ്ങനെ കറങ്ങി നടക്കുക. അത്ര അവർ സ്വർണ്ണമൊക്കെ വാങ്ങിക്കൊടുക്കും, കാരണം അനാഥയായ വ്യക്തിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇവള് ബീഹാറിലെ സ്കൂളിലെ ടീച്ചറാണെന്നൊക്കെ എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം കല്യാണം കഴിച്ചപ്പോൾ ഏതോ പഞ്ചായത്ത് മെമ്പറിന് എന്തോ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവസാന സമയത്ത് ഒരു പെണ്ണുമ്പിള്ള തിരിച്ചറിഞ്ഞത് എന്തോ പന്തികേടുണ്ടത്. എന്നിട്ട് ആ പെണ്ണുമ്പിള്ളയുടെ ഭൂപത്തിയാരെ കുടുക്കിലാക്കിയത്. അതായത് കല്യാണം കഴിക്കാനിരുന്ന ചെങ്ങായിയുടെ സുഹൃത്തിൻ്റെ ഭാര്യ ഓളാട് തിരിച്ചറിഞ്ഞത്, ഓളി എന്തോ ഡായിപ്പാടിത്, അങ്ങനെയാണ് പോലീസുകാർ പിടിച്ചത്. ഇതാണ് സംഭവം. ആ സമയത്ത് ഓള് പറഞ്ഞ സംസ്കൃതത്തിൽ PG കഴിഞ്ഞ് സംസ്കൃതത്തിൽ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സംഗതി. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, പൊട്ടന്മാരാണോ ആൾക്കാർ? ഓളിപ്പോൾ 10-15 പേരെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു യുവാലോചന വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ മാട്രിമോണിയിൽ നിന്നൊക്കെ വിളിക്കൂത്ര, മാട്രിമോണിയിലൊക്കെ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ വിളിക്കൂത്ര. എന്നിട്ട് പലരും പ്രണയം നടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. രാത്രി സമയത്ത് 4 മണിക്കൊക്കെ അലാറം വയ്ക്കും, 5 മണിക്ക് അലാറം വയ്ക്കും, അങ്ങനെ അലാറമൊക്കെ വെച്ചിട്ട് അത്ര ഓരോരുത്തരായിട്ട് സൊള്ളുകയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് വാർത്ത വരണത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇത് പൊട്ടന്മാരാണോ ഇവളുടെ ഈ ട്രാപ്പിൽ പെട്ടുള്ള ആൾക്കാർ? ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒരുത്തി നമ്മളെ പറ്റിച്ച് വിചാരിക്കുക, ശരി 1-2 തവണയൊക്കെ കിടക്കുമല്ലോ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഭാര്യനെ കാണാനില്ല, സ്വാഭാവികമായിട്ട് ആളുകൾ എന്താ ചെയ്യുക, ആ ഫോട്ടോ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമല്ലേ, അപ്പം തന്നെ ഓളെ തൂക്കൂലേ. അതേപോലെ തന്നെ ഓളെ ഒരു കല്യാണം വരുന്ന സമയത്ത് കല്യാണം കഴിക്കുന്ന ആളെ കുറിച്ചിട്ട് കൃത്യമായി അന്വേഷിക്കൂലേ. ഇനിയിപ്പോൾ അനാഥയാണെന്ന് പറഞ്ഞാലും ഏത് അനാഥാലയത്തിലാണ് പഠിച്ചതെന്നൊക്കെ ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കൂലേ, ആ അനാഥാലയത്തിൽ പോയിട്ട് അന്വേഷിക്കൂലേ. കോമൺ സെൻസ് ഉള്ളവർ ചെയ്യൂലേ. ഇനിയിപ്പോൾ അനാഥാലയത്തിൽ പോയിട്ട് അന്വേഷിച്ചില്ല എന്ന് വിചാരിക്കുക, ആരാ വളർത്തിയതെന്നൊക്കെ ചോദിക്കൂലേ, അയാളിപ്പോൾ ജീവനോട്ടുണ്ട്, നാട് എവിടെയെന്നൊക്കെ ചോദിക്കൂലേ, അടുത്ത വീട്ടുകാരെ ചോദിക്കൂലേ. നമുക്കൊരു കാര്യം അറിയുന്നതാണ്, ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം നടക്കണമെങ്കിൽ അത് മുടക്കാൻ ഇഷ്ടംപോലെ ദാറികളുണ്ടായിരിക്കും. അതായത് ഇത്രയും ആളുകൾ അവരെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ശരിക്കും ഇങ്ങനെ ഒരു ഉഡായിപ്പ് കേസിനെ കുറിച്ച് ആ നാട്ടുകാർ സത്യം പറയൂലേ, അത് മുടക്കാനല്ലേ ശ്രമിക്കുക? അതോ ഈ ഉഡായിപ്പ് കൊണ്ട് ഇവൻ്റെ മണ്ടയിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ ചെയ്യുക? എന്താ